Hi everyone, welcome back to Catalyst Education. So നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഓണം എക്സാം ക്വാർട്ടർലി എക്സാം ആണ് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഫോർത്ത് ചാപ്റ്റർ വരെയാണ് നമുക്ക് ഈ ഒരു എക്സാമിലേക്ക് ഉണ്ടാവുക അല്ലെ. എന്നാൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു എക്സാമിലേക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരു 4-5 ക്വസ്റ്റ്യൻസ് ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ മൊഡ്യൂളറൈസേഷൻ ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് മെറിറ്റ്സ് എന്നുള്ളതാണ് അല്ലെ. എന്താണ് മൊഡ്യൂളറൈസേഷൻ ആൻഡ് അതുപോലെ തന്നെ മൊഡ്യൂളറൈസേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള മെറിറ്റ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലെ. നമുക്കറിയാം എന്താണ് മൊഡ്യൂളറൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ലാർജ് പ്രോഗ്രാം ഇൻടു സ്മോളർ ഇൻഡിപെൻഡന്റ് സബ് ഗ്രൂപ്പ്സ് അല്ലെ. നമ്മൾ വലിയൊരു പ്രോഗ്രാമിനെ സ്മോളർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സബ് ഗ്രൂപ്പുകളാക്കി മാറ്റുക അല്ലെങ്കിൽ ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കി മാറ്റുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്, മൊഡ്യൂളറൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. എൻറ്റയർ പ്രോഗ്രാം നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ഇൻഡിവിജ്വൽ യൂണിറ്റുകളാക്കിയിട്ട് മാറ്റാം. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, മൊഡ്യൂളറൈസേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. മൊഡ്യൂളറൈസേഷൻ ചെയ്യുന്നതിനുള്ള മെറിറ്റ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം അല്ലെ. പ്രോഗ്രാമിംഗിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് there will be the less chance of error occurrence അല്ലെ. എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി അല്ലെ. പ്രോഗ്രാമിംഗിന്റെ കോംപ്ലക്സിറ്റീസ് അഥവാ എറേഴ്സ് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. പിന്നീട് പറയുന്നതാണ് ഇറ്റ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. പ്രോഗ്രാം കോഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത് മൊഡ്യൂളറൈസേഷനും അതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് അല്ലെ. നമുക്കറിയാം നമ്മൾ ലൂപ്പുകളെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് എൻട്രി കൺട്രോൾ ലൂപ്പും രണ്ടാമത്തേത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പുമാണ്. എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്? ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി ലൂപ്പ് ബോഡി അല്ലെ. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആണ് അവിടെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നു. എന്നാൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നതോ ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദി ലൂപ്പ് ബോഡി അല്ലെ. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കും, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കും. നോർമലി ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ആണ് നമ്മുടെ എൻട്രി കൺട്രോളിൽ വരുന്നത്. ഡു വൈൽ മാത്രമാണ് ഇവിടെ വരുന്നത് എക്സിക്യൂഷനിൽ അഥവാ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ വരുന്നത്. എൻട്രി കൺട്രോൾ ലൂപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇഫ് ദ വൺസ് കണ്ടീഷൻ ഈസ് ഫോൾസ് അല്ലെ, കണ്ടീഷൻ ഫോൾസ് ആണ്, തെറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബോഡി പാർട്ടും എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. നേരെ മറിച്ച് എക്സിറ്റ് കൺട്രോളിലേക്ക് വരുന്നത് ഇഫ് ദ കണ്ടീഷൻ ഫോൾസ്, ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വാല്യൂ ആര് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഒരു എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നീട് നമ്മൾ ചോദിക്കുന്നത് എന്താണ് വെബ് സെർവർ എന്നുള്ളതാണ് അല്ലെ. എന്താണ് വെബ് സെർവർ? നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആണ് അല്ലെ. അതായത് ഒരുവിധ എല്ലാ വെബ്സൈറ്റുകളെയും ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആണ് എന്ത്, വെബ് സെർവർ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെർവേഴ്സ് ഉണ്ടാവും, സെർവിങ് ഓപ്പറേറ്റർ ഉണ്ടാവും, വെബ് സെർവർ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആണ് വെബ് സെർവർ എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സെർവർ വിച്ച് ഈസ് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ, എപ്പോഴും സ്വിച്ച് ഓൺ ആയിരിക്കും ആൻഡ് കണക്റ്റഡ് ടു എ ഹൈ ബാൻഡ് വിഡ്ത്ത് ഇന്റർനെറ്റിൽ, ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ഈ ഒരു വെബ് സെർവറിന്റെ മെയിൻ 2 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വെബ്സൈറ്റുകൾ അവൈലബിൾ ആക്കുകയും ഓരോ വെബ്സൈറ്റുകൾക്കുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്, ഈ ഒരു വെബ് സെർവർ എന്ന് പറയുന്ന ആളാണ്. അതാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കൊരു 3 മാർക്കിന് 4 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഹൗ DNS സെർച്ചസ് ആൻഡ് ഒബ്സർവ് ദ IP അഡ്രസ് അല്ലെ. നമുക്ക് പൊതുവെ 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് DNS എങ്ങനെയാണ് IP അഡ്രസ് കണ്ടെത്തി തരുന്നത് എന്നുള്ളത്. എങ്ങനെയാണ്? ദ ബ്രൗസർ ഫസ്റ്റ് സെർച്ചസ് ഇറ്റ്സ് ലോക്കൽ മെമ്മറി അല്ലെ. അവിടെ നമ്മൾ ആദ്യം എവിടെയാണ് ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ ബ്രൗസറിന്റെ ലോക്കൽ മെമ്മറിയിലാണ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫൗണ്ട് ദർ, അവിടെ കണ്ടിട്ടില്ലെന്നാണെങ്കിൽ സെക്കൻഡ്ലി നമ്മൾ പോകുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലോക്കൽ മെമ്മറിയിലോട്ടാണ് അല്ലെ. ബ്രൗസറിൽ ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ്ലി നമ്മൾ പോകുന്നത് എവിടേക്കാണ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലോക്കൽ മെമ്മറിയിലോട്ടാണ്. ഇനി ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ദർ, അവിടെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ISP അക്കൗണ്ടിലെ ലോക്കൽ ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആരാണോ അവരുടെ DNSൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഡാറ്റനെ ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ഇറ്റ് നോട്ട് ഫൗണ്ട് ദർ, അവിടെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊമൈൻ നെയിം സെർവറിലെ അഥവാ DNS സെർവറിലെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള റൂട്ട് സെർവേഴ്സ് ഉണ്ടാവും. ഈ റൂട്ട് സെർവേഴ്സിലായിരിക്കും ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അവിടെ നിന്നെങ്കിലും നമുക്ക് ആ ഒരു IP അഡ്രസ് കിട്ടേണ്ടതാണ്. ഇൻ കേസ് അവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് ആയിരിക്കും ആര് കാണിച്ചു തരുന്നുണ്ടാവുക, നമ്മുടെ DNS സെർവർ നമുക്ക് കാണിച്ചിരുന്നുണ്ടാവുക. സോ നമ്മൾ ഒരു ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഇത്തരം പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പഠിച്ചു വെക്കാം. പിന്നീട് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 ടൈപ്പ് ഓഫ് വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. നമുക്ക് 2 തരം വെബ്സൈറ്റ്സ് ആണുള്ളത്, സ്റ്റാറ്റിക് വെബ്സൈറ്റും അതുപോലെ തന്നെ ഡൈനാമിക് വെബ്സൈറ്റും. എന്താണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളുടെ
കണ്ടന്റും ലേഔട്ടും ഫിക്സ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് വിളിക്കും. ഇനി ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാലോ അതിന്റെ കണ്ടന്റും ലേഔട്ടും ചേഞ്ചിങ് ആയിരിക്കും അല്ലെ. അവരുടെ ഡാറ്റാബേസുകൾ യൂസ് ചെയ്തിട്ട് കണ്ടന്റ് ലേഔട്ട് എന്തായിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി സ്റ്റാറ്റിക്കിൽ അവർ എന്ത് യൂസ് ചെയ്യുന്നില്ല, ഡാറ്റാബേസുകൾ യൂസ് ചെയ്യുന്നില്ല, കാരണം കണ്ടന്റുകൾ ഫിക്സ്ഡ് ആണ്. നേരെ മറിച്ച് ഡൈനാമിക്കിലോട്ട് വരുന്ന സമയത്ത് അവർ ഡാറ്റാബേസ് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ബിക്കോസ് എങ്കിൽ മാത്രമേ അവരുടെ ഡാറ്റകൾ അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ കണ്ടന്റുകൾ അവർക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്, ബേസിക് സ്കില്ല് മാത്രം മതി. നേരെ മറിച്ച് ഡൈനാമിക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ചുകൂടി എന്ത് വേണം, പ്രോഗ്രാമിംഗ് സ്കില്ല് ആവശ്യമാണ്. സോ ഇത്രയുമാണ് എന്ത് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ കൊല്ലവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, ആൻഡ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.